ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ. കണ്ടോ, നല്ല അടിപൊളി ഐലൈനർ ആണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് കമന്റ് ഇട്ടിട്ട് റീപ്ലൈ കൊടുക്കാത്തത് ഒരാൾക്ക്. പക്ഷെ ബാക്കി 4 കളേഴ്സ് എന്റെ കയ്യിലുണ്ട്. നല്ല അടിപൊളി നല്ല ക്ലോത്ത് ആണ്. ഡാൻമ ലൈഫ് അല്ലേ ഉണ്ട്. ഇതാണ് നമ്മൾ ഡാൻമ ലൈഫ്. മുടിയൊക്കെ പൊക്കി പിടിച്ചിട്ട് അല്ലേ കറണ്ട് വന്നിട്ട് കറണ്ട് വന്നു അതാ കറണ്ട് പോയി. പ്രേമിക്കുന്ന സമയത്താട്ടോ അവള് പറയുന്നത്. ലവ് ചെയ്യുന്ന ടൈമില് 9 മണി അല്ലെങ്കിൽ 9:30 ഉള്ളിൽ എനിക്ക് കിടന്നുറങ്ങിയിട്ടില്ല, ഉറക്കുന്നില്ല. അതാ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കുന്നു. അവിടെ എത്തിയിട്ട് കാണാം. ഉറങ്ങ കഥാനായകൻ വന്നിട്ടുണ്ട്. മൂലക കൊണ്ടുപോയിട്ടിക്കണ്. ഞാൻ എന്നും എന്റെ ചുട്ടൂനെ ഇവിടെ കിടത്താം. നമ്മളെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഇല്ലാത്ത സാധനത്തിന് എങ്ങനെ രസം ഉണ്ടാവുക? ഇതൊക്കെ നാളെ പോകാനുള്ള പാർസലാട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ജുബി ഒന്ന് നീ ഡാൻമ ലൈഫ് ചെയ്യുമെന്ന്. എന്റെ ഡേയും മൈ ലൈഫും ഒക്കെ അവിടെ തന്നെയാണ്. ഹലാസ് കൂട്ടി കേട്ടുകളാ. ഞാന് ബാസിക്കാക്കനെ കെട്ടി അന്ന് മുതലേ ഞാൻ ഈ ഷോപ്പിൽ തന്നെയാണ്. വീടെന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോ വിചാരിക്കും രാവിലെ അല്ലേ ജുബി ഈ വീഡിയോ എടുക്കണത് എന്ന്. പക്ഷെ അല്ല മക്കളെ, നട്ട രാത്രി ആയിരിക്കണം. 12:30 മണി. കണ്ടോ, ഞാനിപ്പോ ഷൂട്ടിന് വേണ്ടിട്ട് ഇട്ട ഡ്രസ്സാണ്. അപ്പൊ നിങ്ങൾ ആരും നോക്കണ്ട, നമ്മള് സ്റ്റൈലാക്കിട്ട് ഇപ്പൊ രാവിലെ തന്നെ എങ്ങോട്ടാണ്. രാവിലെ അല്ല, ഇത് രാത്രിയാണ്. പക്ഷെ നിങ്ങൾ പറയും ഈ ക്ലോക്ക് തിരിച്ചു വെച്ചതല്ലേന്ന്. അല്ല ഗൈസ്, ഞാൻ രാത്രിയാണ്. പപ്പ ഫുള്ള് ക്ലോസ് ആക്കി. പപ്പനോട് ഞങ്ങൾ പറഞ്ഞ രാത്രി ഞങ്ങൾ എന്തായാലും ലേറ്റ് ആവും. അപ്പൊ പപ്പനോട് പറഞ്ഞു, പപ്പ പോയി കിടന്നു പറയിക്കോളൂ, ഞങ്ങൾ വിളിക്കുമ്പോ വന്നാൽ മതി. കാരണം പപ്പന്റെ അടുത്ത വണ്ടി ഉള്ളത്. മാത്രല്ല പപ്പ രാവിലെ തന്നെ ഷോപ്പിൽ ഞാൻ പിന്നെ രാത്രിയാണ്, വൈകുന്നേരമാണ് ഷോപ്പിലെത്താൻ. അപ്പൊ ഞാൻ പപ്പനോട് പറഞ്ഞു, നമ്മളെ എൻട്രൻസിലെ ഡോറുകൾ രണ്ടും ക്ലോസ് ആയി. എനിക്ക് ബാസിക്കാക്കണ തീരെ വിശ്വാസമില്ല. കാരണം ഞാൻ അന്ന് കൊടൈക്കനാല് ടൂർ പോയിനല്ലോ. എന്നിട്ട് കൊരങ്ങന്മാരുടെ ഇടയിലേക്ക് ഇന്നിട്ടൊടുത്ത ടീമാണ്. ഇവിടെ വല്ല കള്ളനും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇന്നെ ആട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ബാസിക്കാക്ക് തടി തപ്പിപ്പോവും. അപ്പൊ ഞാൻ പപ്പനോട് പറഞ്ഞു, അവിടെയൊക്കെ ലോക്ക് ചെയ്ത് പൊയ്ക്കോളി, പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ സേഫ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ പറയാന്ന് വെച്ചാൽ, നിങ്ങളെല്ലാരും വീട്ടിലല്ല മക്കളെ സ്ഥിരം ഇരിക്കല് TV കണ്ടിട്ട്. ഞാൻ ഇവിടെ എവിടുന്ന TV ആണേല് സ്വന്തം വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് അവിടുത്തെ ടിവിയിലാണ്. അത് നമ്മുടെ സ്വന്തം വ്ളോഗ് തന്നെ വേറെ ചാനലും ഞാൻ ഇടാൻ സമ്മതിക്കൂല. എന്റെ മാത്രം ഇവിടെ ഇട്ടാ മതി. കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണല്ലേ ഞാന്. അപ്പൊ എന്റെ വീഡിയോ മാത്രം ഇവിടെ പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ബാസിക്കാക്ക് എനിക്ക് വാങ്ങി തന്നെ കണ്ടോ. അതാണ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതേണ്ട ഫുൾ ടൈം തീറ്റ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കൊറോണ പോലത്തെ സാധനം അതിന് പറഞ്ഞിട്ട് റംബുട്ടാൻ. റംബുട്ടാൻ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു കിലോന് ഏകദേശം തീർത്തക്കണം. വേണ്ടിയില്ല, 1 കിലോ ഏകദേശം തീർത്തക്കണം. പിന്നെ പെപ്സി വാങ്ങി വെച്ചിക്കണ്. ആ പെപ്സി നിർത്താണ്ട് കാക്കുമ്പോ ബാസിക്കാക്ക് എനിക്ക് വാങ്ങി തന്നെ പെപ്സിന്റെ വലിപ്പതാ. ഇത് ഞാൻ ഏട്ട് കുടിക്കാൻ അതൊക്കെ പാത്തു, അതൊക്കെ ഷുഗറാണ് പാത്തു. പക്ഷെ പപ്പ കണ്ടില്ല. പപ്പ നിങ്ങളെ മോൻ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിക്കണ് പെപ്സി. ഇവിടെ നിരോധന മേഖലകളിൽ നമ്മൾ പെപ്സി ഉപയോഗിക്കാത്തതാണ്. പക്ഷെ നിരോധന മേഖലയിലോ ഉമ്മ പപ്പനെ കാണാതെ ഇടക്കിടക്ക് കട്ടു. പക്ഷെ നമ്മൾ ഇവിടെ ഷോപ്പിൽ പെപ്സി കയറ്റൂലെന്ന് പറഞ്ഞതാണ്. പറഞ്ഞല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പപ്പ പറഞ്ഞിക്കണ് ഇവിടെ ഹലാസ് ബോട്ടിക്കിലേക്ക് മേലാൽ പെപ്സി കൊണ്ടുവരരുത്. പിന്നെ കിട്ടാളെ ഈ കുലുക്കി കഴിഞ്ഞ് പൊട്ടിച്ച. പക്ഷെ ഇത് പെപ്സി ഗൈസ്, ഇത് കൊക്കക്കോലയാണ്. അപ്പൊ ഇനി നിങ്ങൾ നോക്കി വെച്ചോളി. 12:30 മണി. ഇതാ നേരെ 12 മണി കേട്ടോ. നമ്മള് ഷൂട്ടിലാണ് ഓൾറെഡി. ഞാൻ ഡ്രസ് ഒന്നും സെറ്റ് ആക്കിയിട്ടൊന്നുമില്ല. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാരും ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ്. നിങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ രാത്രിയാണ് കേട്ടോ. ഒന്നും കാണില്ലല്ലോ പുറത്ത്. ആ 2 ഇരുട്ടാണ്. അപ്പൊ നിങ്ങൾ ഇനി ഞാൻ ഇവിടുന്ന് എത്ര മണിക്കാണ് വീട്ടിലേക്ക് പോണത് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം രാവിലെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ എടുക്കലും നടക്കൂല. അതിന് സീസൺ കഴിയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് തിരക്കൊണ്ട് ഞങ്ങൾ ഉറക്കും ഇരുത്തൊക്കെ ഇവിടെ തന്നെ. നാളെ ഇന്ന് രാത്രി ഇന്ന് തുടങ്ങിയല്ലോ. ഇന്ന് 3-ാം തീയതി ആയില്ലേ കാക്കു? 3-ാം തീയതി വൈകുന്നേരം ഞാൻ എണീച്ചത് മുതലുള്ളത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെയാണ് ഉറങ്ങാറുള്ളത്. കാരണം ഞാൻ രാവിലെ പോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എണീക്കൊരു 3 മണിക്ക് ശേഷമാണ്. ആ 3 മണിക്ക് ചില പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുണ്ടോ, ജുബി ഇപ്പൊ അമേരിക്കയിലുള്ള ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ജുബി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കും.
ഞങ്ങൾ ഓല ഇവിടെ നിൽക്കുമ്പോ ഞാൻ പോയി കിടന്നുറങ്ങും. ഞാൻ പിന്നെ അമേരിക്കൻ ലൈഫാണ്, ഞാൻ എൻജോയ് ചെയ്യുകയാണ്. എൻജോയ് ചെയ്യാനാണ് ഇവിടുത്തെ ഈ ഒരു മോഡലിംഗ് ഉണ്ട് എന്നുള്ളൂ. വീട്ടിലൊരു പണി എടുക്കൂല ഗൈസ്. പണി എടുക്കാൻ എനിക്ക് അവിടെ സമയമില്ല, അത് ശരിയാണ്. ഞാൻ എന്നിട്ട് നിങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിക്കണ്ടാ? ഇല്ല ഇല്ല ഇല്ല, എന്റെ ഡ്രസ്സ് തിരുമ്പലോ ഡ്രസ് വാഷ് ചെയ്യണം. റൂമാണെങ്കിൽ ബാസിക്കാകനെ ഏൽപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിരിക്കും അല്ലേ? ആന കാട്ടുകയറിയാൽ എങ്ങനെ എന്താ അവസ്ഥ? അതാണ് എനിക്ക്. പിന്നെ എന്റെ റൂം ഞാൻ വെച്ച സാധനങ്ങൾ കറക്റ്റ് അതേപോലെ ഉണ്ടാവണം. ബെഡ്ഷീറ്റ് ആണെങ്കിൽ അതേപോലെ മിണ്ടി പാടും. എന്റെ ടുട്ടുവിന്റെ കാര്യം പാവം. എന്റെ ടുട്ടു, ആ ടുട്ടുനെ എന്നെ കൂടെ മൂലക്കലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു. ഞങ്ങളെ മോനല്ല കേട്ടോ, ഞങ്ങള് ഇവിടെ പാവക്കുട്ടിയാണ്. അതല്ല, ടുട്ടുവിനെ ഞാൻ എന്താ ഒരു സൈഡിൽ എന്റെ കൂടെ ഞാൻ ആദ്യം കിടത്താറുണ്ടായി. പക്ഷെ ബാസിക്കാക്ക് എന്റെ കൂടെ കിടക്കണതിനെ കൊണ്ട് എനിക്ക് ടുട്ടുവിനെ കിടത്താൻ സ്ഥലമില്ല. അതിന് ടുട്ടുവിന് അപ്പുറത്താണ്. ഞാൻ ടുട്ടു നോക്കും, പിന്നെ ടുട്ടു രാവിലെ എനിക്ക് ടുട്ടുണ്ടാവും എല്ലാവർക്കും നെറ്റെടുക്കണേ. അപ്പൊ ഞാൻ അതിനെക്കൂടെ ഇതൊക്കെ ഒരു മൂലൊക്കെ കൊണ്ടുവെക്കും. ടുട്ടുവിനെ മേടിച്ചെന്ന് ഞാൻ അത് മറക്കരുത്. ടുട്ടുവിനെ മേടിച്ചെന്ന് വെച്ചിട്ട് ഒരു 600 രൂപ എടുത്തിട്ട് ഏത് പൊട്ടനെ മേടിച്ചാൻ പറ്റും? 600 അത് ബാർഗൈൻ ചെയ്തിട്ടില്ല, അയാൾ 1000 അല്ലേ പറഞ്ഞേ. 1000 പറഞ്ഞത്. ഇനി ബാക്കി ഞാൻ കാണിച്ചത് വരി. എനിക്ക് ഇന്ന് ഇടാനുള്ള ഡ്രസ്സാ. ആ പോണു കുടുങ്ങി മെല്ലെ നടക്കടി, നടന്നിട്ട് എത്തണില്ല. പക്ഷെ ആവിതാവാക്യത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ക്യാമറയില്. ഉമ്മാന്റെ മെയിൻ പരിപാടിയാണ് ഇവിടുത്തെ ക്യാമറ നിരീക്ഷിക്കൽ. ഉമ്മാന്റെ ഫോണിൽ കണക്റ്റഡ് ആണ്, ഉമ്മാന്റെ പപ്പന്റെ എല്ലാവരും കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതിന്റെ ഇൻട്രോ പറഞ്ഞിട്ട് ഇങ്ങനെ സെക്കൻഡാമത്തെ ഡ്രസ്സ് മാറ്റി നിൽക്കണം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മൈൻഡിൽ വെച്ചത് ബസിക്കാക്ക് നമുക്ക് ഡെൻമൻ ലൈഫ് ചെയ്യണ്ട. ഡെൻമൻ ലൈഫ് കുറെ ആൾക്കാർ കമന്റ് എല്ലാവരും നേരം കിട്ടാത്തോണ്ടാണ്. ഇതിന് തന്നെ ഇവിടെ നേരല്ല. ചോദിക്കാറുണ്ട് ഡെൻമൻ ലൈഫ് ചെയ്യ് ജുബി. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. ഞാൻ എന്തായാലും രാവിലെ ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല. അതിനെക്കൂടി ഞാൻ ഇപ്പൊ പറയാം നമുക്ക് ഒന്ന് ചെയ്താൽ. നമ്മളിപ്പോ ഫ്രീ അല്ലേ, ഷൂട്ട് കഴിഞ്ഞാല്. അല്ല ചിലർക്കൊക്കെ നമ്മളെ എങ്ങനത്തെ സിസ്റ്റാണ് എന്നുള്ളത്, അതായത് നമ്മളെ എങ്ങനെ ഡെയിലി ഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വീട്ടിൽ പോലും അല്ല നമ്മളെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയുണ്ടാവും. കാരണം നമ്മൾ ഒരു ദിവസം 2 വീഡിയോ ഇടുന്നുണ്ട്. ഇത് എന്താ പറയാ പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത്, ഈ ഷൂട്ട് ഇപ്പൊ എഡിറ്റ് ചെയ്താൽ തന്നെ അതിന്റെ പ്രോസസ്സിങ്ങിന് തന്നെ അത്യാവശ്യം ടൈം വേണം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ 2 വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ചാനൽ ഉണ്ടോന്ന്. യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അത് അറിയാം. അത് ഭയങ്കര ടാസ്ക് ആണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് കമന്റ് ഇട്ടിട്ട് റീപ്ലൈ കൊടുക്കാത്തത് ഒരാൾക്കില്ല. പക്ഷെ അതെല്ലാരും പറയാറുണ്ട്. നെഗറ്റീവ് അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഞാൻ മൈൻഡ് വെക്കാറില്ല. എല്ലാവർക്കും ഞാൻ റീപ്ലൈ. പിന്നെ വേറെ ഒന്ന്, ഇവിടെ ഇങ്ങനെ അലങ്കോലായി കിടക്കാണെന്ന് തോന്നരുത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ കസ്റ്റമേഴ്സ് കയറി നിരങ്ങിയിട്ട് പോയതാണെന്ന്. കാരണം പെരുന്നാൾ സീസൺ ആണ്. അതായത് ഇപ്പൊ ഇത് കണ്ടില്ല, അതൊക്കെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള അടിഭാഗത്താണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് സെറ്റ് ചെയ്തിട്ടുള്ള താഴെ ഭാഗത്താണ് കേട്ടോ. ഇത് നാളെ ബോയ്സ് വന്നിട്ട് സെറ്റ് ആക്കും, പിന്നെ കസ്റ്റമർ വന്നിട്ട് ഫുൾ അലമ്പാക്കിയിട്ടിട്ട് പോകും. കസ്റ്റമറെ കുറ്റം പറയല്ല, അത് എന്തായാലും ഇപ്പൊ ഇഷ്ടപ്പെട്ട മോളിൽ കാണാൻ വേണ്ടിട്ട് എന്തായാലും ഇത് അവർക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുണ്ടാവും. ഇതാണ് നമ്മളെ ലോകം, ഇതാണ് എന്റെ ലോകം, ബാസിക്കാക്കിന്റെ ലോകം, നമ്മളെ ഫാമിലിന്റെ ലോകം വരെ. നമ്മളെ ഫാമിലിന്റെ ഈ ഒരുമന്നെയാണ് ശരിക്കും നമ്മളെ ഫാമിലിന്റെ ഏറ്റവും വലിയ സക്സസ് കിട്ടും. അത് എല്ലാവരും പറയാറുണ്ട്. ഉമ്മ ആയിക്കോട്ടെ, വാപ്പ ആയിക്കോട്ടെ, ജുബി ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സഹകരണമാണ്. നല്ലൊരു എന്താ പറയാ ഒരുമയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇന്ന് ജുബി ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ കേട്ടോ. ഇന്ന് കാണിക്കാൻ പോകുന്നതൊക്കെ ഈ ഒരു മോഡൽ ഐറ്റംസ് ആണ്. എനിക്ക് ഇനി അടുത്ത ഷർട്ട് ഇടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പുതിയ ടോപ്സും കാര്യങ്ങളൊക്കെയാണ്. ചിലരുണ്ട് ഇങ്ങനെ വീഡിയോ ലൈവിലൊക്കെ കാണിക്കുന്ന സമയത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതില്ലേ, ഇത് വേണം, അതില്ല, അത് വേണം എന്നൊക്കെ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ് ഇത്. അതായത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് പിന്നെ ഇമ്പോർട്ടഡ് ആണ്, തായ്ലൻഡ് ഇമ്പോർട്ടഡ്. നമ്മൾ പർച്ചേസ് ചെയ്ത് തായ്ലൻഡ് പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത സാധനമാണ്. അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 1390 പ്രൈസ് ഉണ്ട്. ഒക്കെ പക്ക ക്വാളിറ്റി ആണ് കേട്ടോ. ജുബിനോട് ചോദിച്ചാൽ ജുബി ആയിരുന്നു 4 പീസ് ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ പോയില്ലേ കാക്കു? അതിൽ വേറെ ഏതെങ്കിലും കളർ കാണിച്ചു കൊടുത്തു? ഇതിന്റെ റെഡ് ആൻഡ് ബ്ലൂ. പക്ഷെ ബാക്കി 4 കളേഴ്സ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ക്ലോത്ത് ആണ്. അതേപോലെ ഞാൻ നല്ല കംഫർട്ട് ഉള്ള ക്ലോത്ത് ആണ്, ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റം ആണ്. ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്. വർക്ക് ഡിസൈൻ തന്നെ ഇതിന്റെ മെയിൻ. ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഷോൾഡർ ഉണ്ടോ, ഇവിടെയാണ് ഷോൾഡർ വരാം. അല്ല ഷോൾഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടാന്നോ. ഞാൻ ഇന്നലെ ഒരു ബിറ്റിന്റെ വീഡിയോ ഇട്ടുണ്ട്, അതേപോലെ ബൈക്കിന്റെ ഒരു വീഡിയോ ഇട്ടില്ല. ബൈക്ക് ബാസിക്കാരൻ കസിന്റെ ബൈക്കാട്ടോ. അപ്പൊ ആ ബൈക്കുമ്മ കയറി ഇരിക്കുമ്പോഴൊക്കെ ആ ഷർട്ട് ഈ ഷർട്ടാണ്. അപ്പൊ എല്ലാവർക്കും ആ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി. ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാരും കമന്റ്. സൂപ്പർ ആയിരുന്നു. പിന്നെ ഇതിനും കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. നമ്മള് ലോങ്
ഷർട്ട്, ലോങ് സ്ലീവ് ഷർട്ടുകള് നമ്മളെ ഒരുപാട് പേര് കാണാത്തവർക്ക് വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഇതിലൂടെ ഒന്ന് കാണിച്ചു തരാണ്. എന്തായാലും നമുക്ക് ഒന്നും കാണിക്കാനില്ല. നമ്മുടെ ഷോപ്പ് ഒന്ന് നമ്മൾ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. വേറെ ഒന്നും കാണിക്കാനില്ല എന്ന് പറഞ്ഞാൽ വീട്ടില് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ വീട്ടിൽ നിക്കലില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. പക്ഷെ വീട്ടിൽ നിക്കാൻ ടൈം ഉണ്ടാവില്ല. ഇതാണ് എന്റെ സ്ഥലം. ഇതിന് പപ്പക്ക് ഡെയിലി ഷോർട്ട് ആണെന്ന് കംപ്ലൈന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് കസ്റ്റമർ അടിച്ചു മാറ്റി കൊണ്ടുപോകണ അല്ല. പ്രതി പൂവങ്കോയി എന്ന് പറഞ്ഞാൽ ഇതാ പ്രതി ഇന്ന് ഞാൻ കണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അതെ, അത് ഐലിനർ. ഇതാണ് കേട്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലിനർ. കണ്ടോ, നല്ല അടിപൊളി ഐലിനർ ആണ്. പപ്പി പറഞ്ഞു നല്ല ഫിനിഷിംഗ് ആണ്. സോ ഇതാ ജുബിന്റെ അഭിപ്രായത്തില് ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യലില്ല. ബട്ട് ലിപ്സ്റ്റിക് പിന്നെ ഐലൈനർ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ തന്നെ യൂസ് ചെയ്യാൻ അവളോട് സജസ്റ്റ് ചെയ്യാണ്. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നുമാണ്, അത്യാവശ്യം ഗ്ലോയിങ് ഉള്ള സ്കിന്നിനാണ്. അപ്പൊ അവൾ അതും കൂടി ഇട്ടില്ലെങ്കിൽ പക്ക ഒരു ബ്ലാങ്ക് ആയ പോലെ തോന്നും, ഒരു ഉറങ്ങിയ നീറ്റ ഫീൽ ആണ്. അതെ, ഞാൻ രാത്രി മുതൽ രാവിലെ എന്തായാലും നമ്മള് ഷൂട്ട് നടത്തല് ഇപ്പൊ എന്തായാലും ഫേസ് ഡള്ളായി പോവല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കണ്ണൊക്കെ ഒന്ന് അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഇപ്പൊ കട്ടിയിലാണ് ഞാൻ യൂസ് ചെയ്യണത്, അല്ലെ നോർമൽ ആയിട്ടാണ്. ആദ്യമൊന്നും ഞാൻ ഷോപ്പിൽ വരുമ്പോ കണ്ണൊന്നും എഴുതാണ്ട് എന്നിട്ട് ബാസിക്ക ചീത്ത പറയല്ല, എന്തിനാ കണ്ണ് എഴുതാണ്ട് നടക്കണത്, നമുക്ക് ഉറക്കണം കസ്റ്റമർ വരുന്നത്, അപ്പൊ എല്ലാരും ഒരുക്കിച്ച് ഉറക്കത്ത് നീച്ച് വന്നാണ്. അപ്പൊ അതോടൊക്കെ ചീത്ത കേൾക്കും. പിന്നെ ഞാൻ പറയണത് ഇന്ന മേക്കപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഒരു എന്താ ഫൗണ്ടേഷൻ യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് HD ഫൗണ്ടേഷൻ ആണ്, BB ക്രീം ആൻഡ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ, രണ്ടും കൂടി മിക്സ് ആയതാണ്. ഓക്കെ, ഇതിന്റെ പേര് അല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ മാത്രമായിട്ടൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് വ്ലോഗ് ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടില്ല, അതാണ് വേറെ പ്രശ്നം. പെരുന്നാൾ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഇനിയിപ്പോ പെരുന്നാൾക്ക് പർച്ചേസിന് ഷോപ്പിൽ വരുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ജുബിനെ സജസ്റ്റ് ചെയ്ത് എടുത്തരും കേട്ടോ, നിങ്ങൾക്ക് വേണ്ട ഐറ്റം പറഞ്ഞു കൊടുക്കാം. എല്ലാവരും എന്നോടാണ് ചോദിക്കാറ്, ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഇപ്പൊ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകളാട്ടോ ഇത്. പക്ഷെ ഇത് ലിക്വിഡ് അല്ല, ഇതിങ്ങനെ സദാ ലിപ്സ്റ്റിക് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആണ് കേട്ടോ. അതാ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിന്റെ വേറെ ഷെയ്ഡ് വേറെ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. പക്ഷെ എന്റെ ഷെയ്ഡ് അല്ല ഇത് വേറെ ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഒക്കെ ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ ആദ്യം ഡാർക്ക് ആയിരുന്നു യൂസ് ചെയ്യല്, റെഡ് ഒക്കെ ആയിരുന്നു. ആ വാസിക്കാക്ക എന്നെ ചീത്ത പറയും, നീ റെഡ് യൂസ് ചെയ്യണ്ട പറയും. കാരണം അങ്ങനെ ഇട്ടത് ഓവർ ആയിട്ട് അറിയുമ്പോ അതൊരു എന്താ പറയാ, ഒരു സുഖല്ലേ കാണാൻ. ബട്ട് ന്യൂഡ് ഷെയ്ഡിൽ ഭയങ്കര ഭംഗിയാണ്. ബാക്കിയുള്ള ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ ഞാൻ റെഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നോർമലി ഞാൻ യൂസ് ചെയ്യുമ്പോ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഇതാണ് നമ്മളെ പെൺകുട്ടികളെ ലോകം. ലേഡീസ് ഓൺലി ആണ് കേട്ടോ, ഹലോ സ്പോട്ടിക്ക് ലേഡീസ് ഓൺലി ആണ്, ജെൻസിനില്ല. ചിലരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ജെൻസിന്റെ ഷർട്ട് ഉണ്ടോ അതുണ്ടോ എന്നൊക്കെ. ഇല്ല, ബോട്ടിക്കാണ്. കുട്ടികളത് കാണിക്കാൻ മാത്രം ഞങ്ങളെ കയ്യിൽ നമ്മൾ സ്റ്റോക്ക് വെക്കാറില്ല, കാരണം ഇപ്പൊ നമ്മളൊക്കെ ഒഴിവാക്കാണ് ചെയ്യുന്നത്. നമുക്ക് അത് 3 years വരെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ 3 yearsന്റെ ആണ് വരുന്നത്. ഇതൊക്കെ വരുന്നത് 3 yearsന്റെ ഏരിയ ആണ്. അതിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു 3 above ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇതിന്റെ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു. എന്റെ ഈ ഒരു കളർ ഉണ്ടായിരുന്നു, വേറെ കളർ ബ്ലൂ കളർ, നേവി ബ്ലൂ കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് ട്രെൻഡിങ് കുട്ടികളുടെ ഇതാണ് കേട്ടോ. അത് ചിലർ ചോദിക്കലുണ്ട്, ഇതാണ് ട്രെൻഡിങ്. ഫുൾ പ്ലെയിൻ ആയിട്ട് എന്നാ അവിടെ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കും, ഒരു രക്ഷയില്ലാത്തൊരു സ്റ്റോൺ വർക്ക് കണ്ടില്ലേ. ഇതാണ് ഇപ്പൊ കളിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ഷൂട്ടൊക്കെ എടുക്കട്ടെ. ഇപ്പം ടൈം 1 മണിയാവാനായി. ഷൂട്ട് വല്ലാതെ നടന്നില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഒരു 11:30 വരെയൊക്കെ ഇപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഷൂട്ട് നടക്കില്ല, കാരണം ചിലപ്പോൾ അവർക്ക് സംസാരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അവരോട് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പൊ നമുക്ക് അതിന് ടൈം കിട്ടൂല. അപ്പൊ ഞങ്ങൾ ഈ ഒരു ടൈമാണ് സാധാരണ ഷൂട്ടിന് വേണ്ടി ചൂസ് ചെയ്യാറുള്ളത്. കാരണം ഒരുപാട് ഇതിന് എവിടെ ഞങ്ങൾക്ക് സമയം എന്ന് ചിലർ ചോദിക്കലുണ്ട്. ഞങ്ങളെ സമയം കണ്ടില്ല, ഉറക്കം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളെ കളക്ഷൻസ് കാണിക്കുന്നത്, നിങ്ങളെ അടുത്തേക്ക് ഞങ്ങൾ കളക്ഷൻസ് എത്തിക്കണത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങാം. നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കണ്ട, ഷൂട്ട് തുടങ്ങിയിട്ട് നമ്മൾ എത്ര ടൈം വരെ നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചു കൊടുക്കാം. ഇത് XXL ആണ് ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ മെയിൻ പരിപാടി, ക്യാമറ പ്ലസ് ഈ പാന്റ് കയ്യും, കാരണം XXL ഇട്ടിട്ട് ഞാനെല്ലാം കൂടി നോക്ക്. ഇതാണ് ഗൈസ് എന്റെ നീളം, എന്റെ വീതിയും കണ്ടോ.
ഇങ്ങനെ വിചാരിക്കും ജുബി എല്ലാരും കമന്റ് ജുബി ഏതിട്ടാലും നല്ല ഭംഗിയുണ്ട്. ഞാൻ ഭംഗി ഉണ്ടായിട്ടല്ല, ഇവിടെ പിന്നിട്ടിട്ടാണ്. പിന്നെ അപ്പൊ നേരെ ഇപ്പൊ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഒന്നാവുന്നു നേരെ നോക്കാനൊക്കെ അറിയില്ലേ. വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. ചില സമയത്ത് ഞാൻ ചിലപ്പോ ബോറടിക്കുമ്പോ ടി വി ഒക്കെ പ്ലേ ചെയ്ത് കാണലുണ്ട്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മാറ്റുകയാണ് ഗൈസ്. രാവിലെ അല്ല പോത്ത് പോലെ ഉറങ്ങുന്നില്ലേ? പോത്ത് പോലെ ആരെങ്കിലും ഉറങ്ങോ? മനുഷ്യന്മാരെ പോലെ ഉറങ്ങാൻ മലയാളം പറയാൻ പഠിക്കാതെ ഉറക്കം കണ്ട ചിലപ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ട്. ഞാൻ നമ്മളെ ബെഡില് ഒരു മൂലക്കൽ ഫസ്റ്റ് ഞാനാ കിടക്കല്. ഹൽക്കിന്റെ മാതിരി കിടക്കല് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കണം ഗൈസ്. ഞാനും എന്റെ ബാച്ചിക്കാക്കിയും എങ്ങനെയാണുള്ളത്? ഞാനൊരു ഉറുമ്പും ബാച്ചിക്കാക്ക വലിയ ആനയും. ഒന്നുമില്ല അഭിമാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? പാവതാണ് കിടന്നുറങ്ങിക്കോട്ടെ. പിന്നെ പപ്പനെ വിളിക്കാനാണെങ്കിൽ നിങ്ങൾ പപ്പനെ വിളിക്കണ്ട. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് പപ്പനെ വിളിക്കാൻ പപ്പ നമ്മളെ കൊണ്ടുപോകാൻ വരും. അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങണോ? പക്ഷെ എനിക്ക് എന്റെ ആ നല്ല സ്പ്രിംഗ് ബെഡ് കിടന്നുറങ്ങിയാല് ഏസിലൊക്കെ കിടന്നുറങ്ങിയാലേ എനിക്ക് ഉറക്കം വരും. എല്ലാരും പറയും. നിങ്ങളെല്ലാരും പറയണ എന്റെ നേരെ ഷൂട്ട് ചെയ്ത് വീട്ടിൽ പോകാൻ ഒരു ഡേ മൊത്തം എന്നിട്ട് ഞാൻ ഈ ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്യണം. അതൊക്കെ കൊണ്ടുവരും. ശരി എന്നാ വേറെ പണിയില്ലല്ലോ. എല്ലാരും ബാസിക്കാക്ക കളിയാക്കണ്. പാച്ചാണല്ല പാഷാണം ഷാജി. പച്ചാളം ബാസി. ഓ അതന്നെ. പച്ചാളം ബാസിന്റെ മാതിരി ഇപ്പൊ ഹെയർ സ്റ്റൈൽ അയക്കണം, ഹെയർ കട്ട് ചെയ്യണമെന്ന്. അത് അയക്കണെന്നല്ല, ഈ ഇടക്കിടക്ക് പിടിച്ചിട്ടുണ്ട് ഒന്നാക്കിക്ക. അതാ ഈ കാട്ടിൽ ഇടക്കിടക്ക് കാട്ടിയിട്ടാണ് എല്ലാരും എന്നെ പച്ചാളം ബാസി വിളിച്ച് കളിയാക്കുന്നത്. എന്റെ ബാച്ചിക്കാക്ക മാത്രല്ല ഉമ്മയും കളിയാക്കി വിളിച്ചു. ഉമ്മക്ക് പറഞ്ഞു കൊടുത്തതല്ലേ, അല്ലാണ്ട് ആ പൊട്ടത്തേക്ക് ഇതൊന്നും പറയാൻ അറിയില്ല. എന്തായാലും നമ്മള് ജുബിന്റെ ഹെയർ കട്ട് ചെയ്യാൻ ബോയ്ക്കട്ട് അടിക്കാൻ പോയി. ബോയ്ക്കട്ട് വേണോ? പപ്പ പറഞ്ഞ ബോയ്ക്കട്ട് അടിക്കാൻ രസമുണ്ടാവും, നമുക്ക് ചെയ്യാം. എല്ലാ വെറൈറ്റീസും നമ്മൾ ട്രൈ ചെയ്യണം. ആകെ ഉള്ള ഒരു ലൈഫ് ഉണ്ട്, അതിൽ നമ്മൾ എല്ലാ വെറൈറ്റീസും ട്രൈ ചെയ്യണം. ആ തല എനിക്ക് വേണം. ഇത് മുട്ടടിക്കാനാ? അതിൽ പല പല പരീക്ഷണങ്ങൾ. ബാർബർ ബാലനോ പോടിയായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ നിങ്ങളോട് ബളബള പറഞ്ഞ് നിക്കണില്ല. ഓ കുറച്ചല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ ഫിറ്റൊക്കെ ചെയ്ത് ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ട് എന്റെ സാൻഡ്വിച്ച് അവിടെ കിടന്നിട്ട് ഇങ്ങനെ അവിടെ തിന്നോളാം. എനിക്ക് വിശക്കണോ കഴിച്ചോ? അത് ഞാൻ കഴിക്കില്ല, കാരണം ഇനിയിപ്പോ ഞാൻ നോക്കി വെച്ച് പോയതാ. ഇനിയിപ്പോ കുറച്ചു നേരം പോയി നോക്ക് ഇപ്പോൾ അതേമാതിരി ഉണ്ടാവും. അതിനൊന്നും ഒരു കോട്ടും പറ്റിയിട്ടില്ല, വെറുതെ സീന. കുറുമ്പാട്ടല്ലേ വേറെ മേടിച്ചരാ. ഞാനൊരു ചെറിയ കടി കടിച്ചിട്ടുള്ളൂ. അല്ലല്ല, അതില് രണ്ടെണ്ണം നിന്ന് നമ്മൾ രണ്ടാളും കൂടിയാ. അതിലൊരു ചെറിയ പീസേ കടിച്ചിട്ടുള്ളൂ. ഞാൻ നാളെ മേടിച്ചരാ. പിന്നെ ഈ മാറ്റാൻ പോയപ്പോ എനിക്ക് വിശന്നപ്പോ ഒരു പീസ് കടിച്ചതാണ്. ഇതിൽ 1 കിലോനെ ഉള്ളു. ഇതാണ്ട് റംബൂട്ടാൻ 1 കിലോനെ ഉള്ളു. ഞാൻ കഴിഞ്ഞു. ഇനി ഇല്ല, ഞാൻ അത് മാത്രമേ ഉള്ളൂ. ഈ കുറുമ്പാട്ടണ്ട അതാ കരണ്ടും പോയി. എന്ത് കരണ്ട് വന്നതാ? ഇനിയിപ്പൊ ഫ്രീ ടൈം ആയല്ലോ, ബ്രേക്ക് ആയി. കഴിച്ചോ. അയ്യോ, ഇനിയിപ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ പോവാനാ. ഇതാ 2:01 ഈ നേരത്താ. ആര് വിളിക്കാന്? അതുണ്ടാവും. കാരണം ഇത് പറയാൻ കാരണം ഇന്നലെ ഇതേമാതിരി തന്നെ ആയിരുന്നു. ഇന്നലെ 3 to രാവിലെ 5 മണി വരെ കറണ്ട് കട്ടാക്കുന്നതല്ല, കറണ്ട് പോകുന്നതാണ്. ഇപ്പൊ മഴക്കാലല്ലേ, പോവും 10 അങ്ങനെ തന്നെയല്ലേ. മരങ്ങളും കാര്യങ്ങളൊക്കെ വീഴും. ഇതൊക്കെ നല്ല കാറ്റാണ്, കണ്ടോ? എന്തേ ട്രാൻസ്ഫോമർ
ഞങ്ങളെ നാട്ടില് ട്രാൻസ്ഫോമർ എന്നാ പറയാ. ട്രാൻസ്ഫോമർ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഈ കോഴിക്കോട്ടുള്ള അന്തകമ്മകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ കെട്ടിയത് കോഴിക്കോട്ട് നിന്നാണ്. ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും കോഴിക്കോട്ട് നിന്ന് കെട്ടി അനുഭവിക്കേണ്ട ഒരു ഇന്നേറ്റും ഷെയർ ചെയ്യട്ടോ, അനുഭവങ്ങൾ ഷെയർ. പൊട്ടനെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവില്ലല്ലോ. പക്ഷെ എന്നെ പോലെ സുഗുമിയും. സുഗുമിയോ? സുർമി എന്നാണ് ഉദ്ദേശിച്ചത്. സുഗുമി എന്റെ റബ്ബേ, എപ്പ വീഡിയോ എടുത്താലും എന്റെ അവസ്ഥ എന്താണ്? ഇത് പറയുന്ന ഓരോ പൊട്ടത്തരങ്ങൾ കുറച്ചൊന്നല്ല. അല്ല അങ്ങനെ പറയാ. സുന്ദരനും സുഗുബി സുന്ദരനും അതെന്താ? കാറ്റടിച്ചിട്ട് പാത്തു അവിടെ മേലെ ബിൽഡിംഗ് നമ്മുടെ ഏറ്റവും മുകളിലാണ് കാക്കോ. അങ്ങനല്ല, അത് പൊളിഞ്ഞാടെയല്ല, അത് കാറ്റടിച്ചിട്ട് ജനൽ അടിക്കുന്ന വെച്ചാണ് പാത്തുവോ. പിന്നെ വേറൊന്നുണ്ട്, ലോകപ്പ് എടുത്തു കേട്ടോ. എന്റെ മക്കളെ എന്തെല്ലാം അനുഭവങ്ങളാണ് എനിക്കറിയോ. ചിലപ്പോ രാത്രി എന്നോട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാക്കോ ആ ജനലിന്റെ അടുക്കൊക്കെ ആരോ ഉണ്ട്. നമ്മളെ ജനലിന് നമ്മള് പപ്പന്റെ ഉമ്മന്റെ ജനല് എന്തായാലും പറയാ കർട്ടന് സെറ്റ് ആക്കണമെങ്കിൽ നമ്മളിങ്ങനെ വലിക്കണ കർട്ടനാണ് നമ്മൾ സെറ്റ് ആക്കണം. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടിക്കണേ, അതിന് ആൾക്കാർ വന്നിട്ട് സെറ്റ് ആക്കണം. അപ്പൊ അതുവരെ നമ്മൾ ജനലിനൊന്നും വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് രാത്രി ഭയങ്കര പേടി. ഈ ബാസിക്കാർക്കാണെങ്കിൽ ഉള്ള ജനൽ മൊത്തം തുറന്നിട്ടേ കിടക്കുള്ളൂ. എനിക്കത് ഇഷ്ടം. എന്തിനാ ഞാനില്ലേ പെട്ടെന്ന് ഉറക്കത്തൊന്നും ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ അവിടെ വാഴയോ കൊടിയോ അങ്ങനെ എന്തെങ്കിലും കണ്ട പിന്നെ ഉറുമ്പ് ചുരിയുന്ന മാതിരി ബാസിക്കാക്കൻ അടുത്തേക്ക് പോകും. ബാസിക്കാക്കൻ ഒരു കയ്യല്ലുള്ള ആ കയ്യിന്റെ മേലെ കിട്ടാല് അപ്പൊ ഞാൻ തീർന്നോലെ. അപ്പൊ ഞാൻ പതുങ്ങിട്ട് ഞാൻ ബാസിക്കാക്ക ജനൽ അതിന് മൊത്തം എനിക്ക് പേടിയാണെന്ന് പറയും. എന്നിട്ട് ഈ സൈത്താൻ അടിച്ചൂല. വാതിലടക്കേണ്ട ആവശ്യം എന്താണ്? ആ തൊടിയിൽ കൂടെ ആരെങ്കിലും നോക്കിയാലല്ല, അതിന്റെ ഉള്ളിൽ കൂടെ തോട്ടിട്ട് കുത്തൊന്നുമില്ലല്ലോ. കുത്തു ആ അവസ്ഥയാണ് പാത്തു. ഇങ്ങനെ പേടി. ഇപ്പൊ കണ്ടില്ലേ എവിടെ ഒരു കാറ്റടിച്ചിട്ട് പിന്നെ എന്താ പറയാ മുകളിലുള്ള ബിൽഡിങ്ങിന്റെ മേലെ റൂമിന്റെ ജനല് നടന്നതാണ്. ബിൽഡിംഗ് വീണോല്ലേ? ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ പാത്തോ. എന്താണ്? അതാണ് സത്യം. എനിക്ക് പേടിയായിട്ടാണ്. വെറും പേടി തോന്നി. ഉറങ്ങാനാ? അപ്പൊ എന്നാലേ നമുക്ക് ബാക്കി ഷൂട്ട് കറണ്ട് വന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാം. അതോ ഷൂട്ട് കഴിഞ്ഞ് പോകൊണ്ട് വീഡിയോ എടുക്കണോ? പപ്പ വരുന്ന വീട് പപ്പനെ കോലൊക്കെ നമ്മള് കാണിച്ചത്. പപ്പ സോംബി വരുന്ന വരെ വരാ മുടിയൊക്കെ പൊക്കി പിടിച്ചിട്ട് വീഡിയോ പപ്പ കാണട്ടോ. തലടക്കി ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എന്റെ മുടി ഇങ്ങനെ നിങ്ങളുടെ മുടി കാണാൻ ഷാറുഖ് ഖാൻ ആണ്, ഹൃതിക് റോഷൻ ആണ്, സൽമാൻ എന്ത് റോഷൻ? ആദ്യം അതല്ല പറഞ്ഞത്, അതുകൊണ്ട് വെച്ചതാ. ഞാൻ ഹൃതിക് റോഷൻ എന്നാണ്, പക്ഷെ അവന്റെ പേര് അതല്ല, ഹൃതിക് റോഷൻ ആണ്. ഓക്കെ, ഹൃതിക് റോഷന്റെ ഒക്കെ മാതിരി കാരണം അപ്പൊ അതാണ് പപ്പ. അപ്പൊ അതിന്റെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് പപ്പന്റെ മുടി ഞാൻ ഇങ്ങനെ സ്പൈക്ക് പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്നാലേ കറണ്ട് വന്നിട്ട് അതാ കറണ്ട് അപ്പോളേ ഞാൻ പറഞ്ഞത് തുള്ളിച്ചാടി പണ്ടാറട്ട് ഞാൻ എന്റെ പൊന്നാരെ ഭാഗത്ത് എനിക്ക് രാവിലെ ഫുള്ള് ഉറങ്ങാനുള്ള ഗ്യാപ്പില്ലേ? ഇത് രാത്രിയായിട്ട് എല്ലാരും കൺസിഡർ മീൻ എന്താ പറയാ വീഡിയോ രാത്രിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന രാവിലത്തെ സമയം. കാരണം എന്താ വെച്ചാൽ രാവിലെ ഒരു ഇപ്പൊ പോയൊരു ഏണിക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മള് പോയപ്പോഴാന്നോ 12 മണിക്ക് ഷൂട്ട് ഒഴിഞ്ഞിട്ട് രാവിലെ പുലർച്ചെ 6:30ക്കാണ്. അപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ള നമ്മളെ ഷോപ്പുള്ള ഒരു ഇമ്മറാക്കുണ്ട്. ഇമ്മറാക്ക എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു നമ്മള് രാത്രി മുതലേ ഷൂട്ട് ചെയ്യുന്നു. എന്നാ പൊയ്ക്കോളി മക്കളെ. എന്നിട്ട് ഞാൻ പോയപ്പോ അവിടെ ഈ നമ്മളെ അഭിമാന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് ഇമ്മു അവിടെ അപ്പൊ ഇമ്മുണ്ട് ചായ ഉണ്ടാക്കണേ. ആ വർക്കത്ത് പോയി ചായയും കുടിച്ച ഒരൊറ്റ കിടത്ത. പിന്നെ എനിക്ക് 5 മണിക്കാണ്. ഞാൻ എണീച്ച് 5 മണിക്കല്ലേ കാക്കു ഷോപ്പിലേക്ക് വന്നില്ലേ? ഞാൻ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ അതിന് ശേഷം ഇല്ലേ ഇപ്പഴാ അതിന് ശേഷം എനിക്ക് ഭയങ്കര തലവേദന. കാരണം ഞാൻ ആദ്യം ബാസിക്കാരൻ ചോദിച്ചാലും അറിയാം, ബാസിക്ക കോൾ ചെയ്യുന്ന സമയത്തൊക്കെ 9 നമ്മളെ ലവ് ചെയ്യുന്ന ടൈമില് 9 മണി അല്ലെങ്കിൽ 9:30 ഉള്ളിൽ എനിക്ക് കിടന്നുറങ്ങിയിട്ടില്ല, ഉറക്കുന്നില്ല. ഞാൻ 9:30 ആ ടൈമാകും ബസ്സിക്കാക്കനെ പറയും, ബസ്സിക്കാക്ക ഫോൺ കട്ടാക്കി പിക്കോ, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതോടെ ഞാൻ കിടന്നുറങ്ങും. കറക്റ്റ് ഷാർപ്പാണ്, ആൾ ഉറങ്ങും. പക്ഷെ ഞാൻ കറക്റ്റ് രാവിലെ 7 മണിക്ക് വിളിക്കാൻ വരും. രാവിലെ 7 മണിക്ക് വിളിക്കും, ബസ്സിക്കാക്ക ഗുഡ് മോർണിംഗ് എന്ന് പറയും, പിന്നെയും കിടന്നുറങ്ങും. അതായിരുന്നു ഓളൊരു സിസ്റ്റം. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കത്തിലൊരു സിസ്റ്റം കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന സ്ഥലമാണ് അങ്ങനൊന്നുമില്ല. ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും.
എങ്ങനെ സുബി നിസ്കരിക്കാറില്ലടി എന്നുള്ളൊരു കമന്റ് എനിക്ക് പറയും. ഞാൻ സുബിയൊക്കെ നിസ്കരിച്ചിട്ടേ കിടക്കല്. ഓക്കെ, അതൊന്നും നമ്മള് വ്ളോഗിൽ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യം. അതൊക്കെ നമ്മള് നമുക്കുള്ള നമ്മളുണ്ടാവും, നമ്മള് ചെയ്ത നമ്മളെ കവർക്ക് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ അതൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഓക്കെ, അല്ല ചില ആങ്ങളമാരുണ്ട് കമന്റ് ഇടുന്നവര് എനിക്ക് മരിച്ചു പോകണ്ടടി. എന്റെ മരണം ഓരാറല്ലോ മക്കളുടെ കശിക്കാക്ക. പക്ഷെ ഞാൻ മരിച്ചെന്റെ ബസ്സുകാർക്ക് വേറെ പെണ്ണിട്ടുണ്ടെന്നാ മതി. അതാണ് എന്റെ ബേജാറ് പത്തു. പഠിച്ചോനെ, എനിക്കപ്പോ മരിച്ചു പോണ്ടീന്റെ പേടിയല്ല, മരിച്ചുമ്പോ തന്നെ ഞാൻ വേറെ കെട്ടി ഞാൻ വേറെ സുഖമായിട്ട് ജീവിക്കോലോ എന്നുള്ള ഒരു ടെൻഷൻ. ഫോട്ടായിക്കൊന്നും കിടക്കണ്ട, കാരണം പറഞ്ഞരിഞ്ഞു അല്ലാതല്ലല്ലോ ഈ. അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മക്കൊക്കെ കുറച്ച് നമ്മളൊക്കെ ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഭയങ്കര തീറ്റല് എങ്ങനെ തിന്നിട്ടോ ആയിക്കോട്ടെ. എന്റെ പിള്ളേർക്ക് മനസ്സിലാക്കാനായല്ലോ. അപ്പൊ ജിന്നെ കണ്ണിങ്ങനെ ആർമാദിച്ച് നടക്കാൻ ഈ വേറെ കിട്ടുവോ? കെട്ടൂല, കെട്ടണം ഞാൻ എന്തിനാ ആർമാദിച്ചിങ്ങനെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെ പറന്ന് ഞാനിങ്ങനെ ലണ്ടൻ. അതെ, ഇവളെ തല്ല് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങക്ക് 24 മണിക്കൂർ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിക്കൂല. ഓക്കെ, എന്തായാലും ഞാൻ ഇനി കറണ്ട് വന്നിട്ട് നേരത്തെ കറണ്ടിട്ട് കാര്യം പറയുമ്പോ കറണ്ട് വന്നിട്ട് അതും വരില്ല ഒന്ന് പറഞ്ഞു നോക്കണം. കറണ്ട് വന്ന് ഇല്ല വരില്ല. കറണ്ട് വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാട്ടോ ഇൻഷാ അല്ലാ. ഇനി നമ്മള് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യും കറണ്ട് വന്നു കഴിഞ്ഞാല്. ഓക്കെ, ഇപ്പൊ നേരം എന്താ 2 മണി ആയിട്ടില്ല, 2 മണി ആവാനായിട്ടുള്ളൂ. ഉണ്ടോ ചെറിയ രീതിയിൽ എന്റെ കുഞ്ഞാവ ഒരുങ്ങാൻ. ഇതിന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ഉണ്ട്, ഇത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഓഫ് ആയാല് ഞാനൊരു കാര്യം ഇവള് മിണ്ടിയില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ടെൻഷനാ. ടെൻഷന് മാത്രല്ല ആർക്കും ദേഷ്യാണ്. എന്താർക്ക് പറ്റി എന്തൊക്കെ പറ്റി ഒന്നുമില്ല. ഇവള് ചിലപ്പോ ഉറക്കത്തിൽ നീച്ച് എനിക്ക് കയറി എന്നാലും പറയും. അതില്ലേ ഈ നമ്മളെ സ്റ്റാഫ് പിച്ചു ജെസ്സില് ഷിബിലി പപ്പയാണ് കോമഡി. ഇനി വിശന്നിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ പോയി വല്ല ബ്രോസ്റ്റ് അൽഫാം പോയി. അതല്ല ഇന്ന് അതല്ല ഫുള്ള് വിറ്റേക്കണം. ഇന്ന് ഞാൻ വന്നത് തന്നെ ഒരു 5:30 ടൈം അയക്കണേ. അതായത് എനിക്ക് കുറച്ച് ഞാൻ ലേറ്റ് ആയിട്ട് എണീച്ച് പിന്നെ ബാസിക്കാക്കന്റെ അലക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റൂം ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര തലവേദനയാണ്, ഭയങ്കര പ്രഷർ. കാരണം എനിക്ക് ഫുഡ് ഞാൻ നേരത്തെ കഴിക്കണില്ല, രാവിലെ ഞാൻ കഴിക്കാറില്ല, ഉച്ചക്ക് കഴിക്കാറില്ല, ഇവിടെ വന്നാലേ ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പൊ ഇവിടെ വന്നിട്ട് പിച്ചു നമ്മളെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഓൻ വന്നപ്പോഴേ എന്നോടൊന്ന് വെറുതെ ഇങ്ങനെ ഓന്റെ കാര്യങ്ങൾ പറയണേ. എനിക്കതില്ലേ ഭയങ്കര ദേഷ്യം. എന്തിനോ എനിക്ക് ഇന്നോട് തന്നെ ദേഷ്യം. എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ദേഷ്യം വരിക. ബാസിക്കാർക്ക് നല്ല ഫയർ ചെയ്ത് പിച്ചുനെ. ഞാൻ പിച്ചുനെ പറയാം മര്യാദയ്ക്ക് അവിടെ നിന്ന് പിച്ചു ഞാനും എന്റെ അടുത്തേക്ക് പിച്ചാണെങ്കിൽ ഒരു ലോലനാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ട്, നമ്മള് മൊബൈലൊക്കെ വാങ്ങിയില്ലേ. ഓന് ആകെ 18 വയസ്സായിട്ടുള്ളൂ, വെറും ഒരു കുട്ടിത്തെ ക്യാരക്ടറാണ്. ആള് പാവം. ക്യാരക്ടറുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും പച്ചപ്പാവ കളിക്കന്നെ മൂട്. അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓനെ. ഞാൻ എന്തോ ചീത്ത പറയും, എനിക്ക് വേണ്ടതൊക്കെ ഭയങ്കര. അതേപോലെ തന്നെ ജെസ്സിയിലും ഷിബിലി ഇപ്പൊ വന്നൊരു കുട്ടിയാണ്, അത് ഷിബിലി ഒന്നും മിണ്ടൂല. ഇപ്പോഴതിന്റെ ഷോ തക്കടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പിച്ചുന് നല്ലപോലെ എന്താ പറയാ ഓന് അങ്ങനെയല്ല നല്ല എനിക്ക് എന്റെ സമയത്തുള്ള ചീത്തകളൊക്കെ പറഞ്ഞ അപ്പൊ അപ്പ അത് വന്നിട്ട് ചോദിക്കാം ഫുഡ് വേണം മോളെ. ഞാൻ പറഞ്ഞെനിക്ക് 2 ബ്രോസ്റ്റ് വേണം. കാരണം പപ്പക്ക് മനസ്സിലായിക്കണേ എനിക്ക് ഫുഡ് കഴിക്കാൻ ദേഷ്യം. കാരണം രാവിലെ ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഞാനിപ്പോ ഓൾറെഡി രാവിലെ ഒന്നും കഴിക്കാറില്ല. ഒന്നും പറഞ്ഞാൽ ഒരു വെള്ളം കുടിച്ചിട്ട് എന്താ പറയാ ഫുഡ് ഇങ്ങനെ ടൈമിങ് തെറ്റുന്നൊക്കെ പ്രശ്നമാണെന്ന് അറിയാം. പക്ഷെ ഈ ഒരു സീസൺ ടൈമിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തായാലും ഈ ടൈമിൽ ഞാൻ വെള്ളം കൊണ്ടുവെക്കാറുണ്ട്. ഞാൻ വെള്ളം എനിക്ക് പെട്ടെന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ട് കിടക്കും, പിന്നെയും കുടിച്ചിട്ട് കിടക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ ഞാൻ പിച്ചുവിനോട് എന്നിട്ട് പിച്ചു ജെസ്സിനോട് അറിയാം ഞാൻ ജുബിന്റെ അടുത്തേക്ക് പോണില്ല. അപ്പൊ ജെസ്സിന് വെച്ചാൽ എന്ത് ഓളിന്ന് നല്ല ചൂടിലാണ്, ഓളുടെ അടുത്തേക്ക് ഞാൻ പോണില്ല. പിന്നെ എനിക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചു, എനിക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് തന്ന്. പിന്നെ എനിക്ക് പാവം തോന്നി, ഞാൻ സോറൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ സാരി ആക്കണ്ട. അപ്പൊ എന്നോട് പിന്നെ മുതൽ അവന്റെ തല കയറാൻ തുടങ്ങിയിരിക്കണേ. കറണ്ട് ഒന്നും മിണ്ടണ്ട, കറണ്ട് വന്നു പോവാണ്. ഇനി ഷൂട്ട് നടത്തണ്ട. ചിലപ്പോ അവർക്ക് ഫ്യൂസ് ഇട്ടിട്ട് നിക്കുന്നുണ്ടാവില്ല. ഞാൻ പോയിട്ടെടുക്കും. നല്ലതാണ്, എനിക്ക് KCB പണിട്ടാ നല്ലതാണ്, നല്ല സാലറി ഉണ്ടാവും. ആ പത്തോ കറണ്ട് അടിച്ച് വേഗം മേപ്പോട്ട് പോവാ. വേണ്ട പോണ്ട
നിങ്ങളെ ഫോണ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇപ്പം പോണല്ലേ തട്ടണല്ലേ? എന്താണ് ഇങ്ങനൊക്കെ പറയണേ? എനിക്ക് വേറെ ലൈനൊന്നും ഇല്ല. കണ്ണുണ്ടാക്കി പേടിപ്പിക്കുന്നു. ഇവള് ഈ നോട്ടം ഭയങ്കര ഹൈലൈറ്റ് ആണ്. കണ്ട ദേഷ്യം വന്ന നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പളേ ബാക്കി കറണ്ട് വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? കറണ്ട് വരട്ടെ, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ, തല വേദന. കറണ്ട് വരട്ടെ, കാരണം നട്ടപ്പാതിട്ട് 2 മണിയാണ്. വെട്ടിയിട്ട വായത്തണ്ട് പോലെ 2 സൈത്തമാർ കിടന്നാട്ട് ഉറങ്ങുന്നുണ്ടാവും. നോക്കിക്കോളി മക്കളാ, ഞാൻ ഇന്ന് പോയിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഇങ്ങനെ രാവിലെ ഇവിടെ ഇങ്ങനെ കാരണം രാവിലെ നല്ല കസ്റ്റമർ ആണ്. ഇപ്പൊ സീസൺ ടൈം അല്ലേ, രാവിലെ 9 മണിക്ക് തന്നെ തിരക്കണം. ഈ വീഡിയോ ചിലപ്പോ മറ്റന്നാളേക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം നാളെ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഞാൻ നല്ല സുഖത്തില് വീട്ടില് റൂമിൽ കിടന്നാട്ട് ഇറങ്ങും. പപ്പയും അമ്മയും കസ്റ്റമറെ നോക്കി മടുക്കും. ഞാനത് കണ്ട് ചിരിക്കും. പക്ഷെ എല്ലാവർക്കും ജുബിനെ കാണാൻ വരുന്നവരൊക്കെ ഉച്ചക്ക് ശേഷം വരാം. രാവിലെ ഇവള് ഷൂട്ടുള്ളതുകൊണ്ട് എങ്ങനെയായാലും ഉറക്കായിരിക്കും കേട്ടോ. വരുന്നവരൊക്കെ വൈകുന്നേരം വരാം. അതിന്റെ ഇടയിൽ ഞാൻ ഫോണൊക്കെ സൈലന്റ് ആക്കും. ബാസിക്കാക്കിന്റെ ഫോണ് വരെ ഞാൻ സൈലന്റ് ആക്കി കിടന്നുറങ്ങല്. അയ്യാണല്ലോ അതിന്റെ ആള്. ഞാൻ വിചാരിക്കും എന്താ എനിക്ക് കോളൊന്നും വരാത്ത. കാരണം രാവിലെ ആയി കഴിഞ്ഞാൽ പെരും കോളാണ്. പേടിക്കേണ്ട പത്തോ കാറ്റ് നിന്നില്ല, അതാണ് കറണ്ട് വരാത്തത്, ഫ്യൂസ് ഇട്ടിട്ട് നിക്കാത്തത്. അല്ല 2 മണി 3 മണി 4 മണിയൊക്കെ കോള്. ഞാൻ പറയും നിങ്ങള് കസ്റ്റമറിന് ഉറക്കില്ല മക്കളെ. ഞാനതാ സൈലന്റൊക്കെ കിടന്നുറങ്ങാറിട്ടോ. അല്ല ഒരുപാട് മെസ്സേജ് ഡെയിലി ഒക്കെ ഒരു 1000 പേരെങ്കിലും ചുരുങ്ങി നമുക്ക് മെസ്സേജ് ആക്കും. ഞാൻ ബാസിക്കാക്കിന് ആ കാര്യത്തിൽ സമ്മതിക്കണം. ഓ ഇത്രയും കസ്റ്റമർ എനിക്ക് തന്നെ. ഞാനില്ലേ യൂട്യൂബിൽ കമന്റ് റീപ്ലൈ കൊടുക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് എനിക്ക് കൊടുക്കാൻ മതി. കാരണം ആ ഒരു എനിക്ക് അത്രയും തലവേദന. അപ്പൊ എന്റെ ബാസിക്കാക്ക് നോക്കി ചെയ്യണത്, ബാസിക്കാക്ക് പപ്പ അതേമാതിരി കസ്റ്റമറെ ഡീൽ ചെയ്യണത്. ഓ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ചില സമയത്ത്. അതായത് അത്രയും അർജന്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ അത്രയും ബിസി ആയിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാല് ഞാൻ വാട്സപ്പ് സ്റ്റാഫിനെ ഹാൻഡ് ഓവർ ചെയ്യലാണ്. ബട്ട് നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടും നമ്മളെ കസ്റ്റമേഴ്സിനെ നേരിട്ട് നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. കസ്റ്റമേഴ്സിനെ നേരിട്ട് നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലും കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സിൽ. കാരണം കസ്റ്റമർ ഈസ് ദ കിങ്. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ബിസിനസ്സിൽ. കസ്റ്റമർ തന്നെയാണ് കിങ്. കസ്റ്റമർ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു വളരെ ആരും. അപ്പോൾ അവരില്ലെങ്കിൽ നമുക്ക് ആർക്കും ഈ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ സാറ്റിസ്ഫിക്കേഷൻ തന്നെയാണ് മെയിൻ. അപ്പോൾ അതിന് മുൻഗണന കൊടുക്കണമെങ്കിൽ ഇപ്പോൾ സാധനങ്ങളുടെ റിട്ടേണിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റാഫ് ശരിക്കും നോക്കില്ല. അവരൊറ്റ വാക്ക് പറിച്ചില്ല നമുക്ക് ഇത് പറ്റൂല പറഞ്ഞു. നമ്മളത് ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് തന്നെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാ ബാക്കി കറണ്ട് വന്നിട്ട് ചെയ്യല്ലേ. കുറച്ചേരം ഉറങ്ങിക്കോ, ഞാനും കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫോക്സ്. നേരം വെളുത്തിട്ടുണ്ട്. ഇത് കണ്ട നേരം വെളുത്തിക്കുന്നു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഓൺലൈനിലായിരുന്നു, വാട്സപ്പിലായിരുന്നു. പറഞ്ഞ കുറേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. ഇത് പുതിയ വന്ന ബിറ്റൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. അതാ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കുന്ന ഒരു ഐറ്റം. നേരം വെളുത്തു. എന്ത് നേരം വെളുത്തു? വീട്ടിൽ പോവാ. ബാ വീട്ടിൽ പോവാടോ. എണീക്ക് വാ, പപ്പ വന്ന് വാ പോവാ. വാ എണീക്ക്, വീട്ടിൽ പോവാ. വാ എണീക്ക് പറ്റുവോ? ഈ പോരുന്നില്ലേ? ഞാൻ പോവാണ്. പപ്പ വന്ന് പപ്പത് വിളിക്കുന്നു. വാ ഡാ. ഇതെന്തറാ അത്? ഡീ എണീക്ക്, പപ്പ വന്ന് വാ. എന്നാ ആയിക്കോട്ടെ. ഇതാ ഒരു അനക്കൂല്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. നേരം കാണണ്ട നിങ്ങക്ക്. 7 മണി. ഇതാണ് അവസ്ഥ. ഒരു ദിവസം ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ്. ഇതൊക്കെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇതാട്ടോ. ഇവിടുന്നുള്ള കാഴ്ച കാണിച്ചു തരാം. വലിയ പോരുന്നില്ല. നേരം വെളുത്തു. ഇതാണ് കേട്ടോ മലപ്പുറം കോട്ടക്കൽ മെയിൻ റോഡ്.
നമ്മുടെ ഷോപ്പിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ബാക്കിലൂടെയാണ്, പക്ഷെ താഴിലൂടെയും വരാൻ പറ്റും. പാത്തോ ഗുഡ് മോർണിംഗ്. എന്താ സ്നാനത്തിലാണോ റബ്ബേ? വ്ളോഗ് മൊത്തേ വ്ളോഗ് നമ്മളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. മാറ്റിയാലേ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇരിക്കുള്ളൂ. ആ ഓ യാ വയസ്സും പ്രായമൊക്കെ ആയി, ചുമയാണ്. ആ ആ ആ പോട്ടെ. ഓ ആ ചിരി പോരെ. എന്നാ വീട്ടിലേക്ക് പോവാ, ടാറ്റ പോവാ. അപ്പ വിളിക്കട്ടെ. 7 പറഞ്ഞില്ലെന്നുണ്ട്. 7 മണി എന്നോട് ചോദിച്ചിട്ടാണ് 7 മണി ആവുന്നത്. ഈ പോത്ത് പോലെ ഉറങ്ങല്ലായിരുന്നാ? പറഞ്ഞ പോലെ 7 മണി ആയിക്കണം കേട്ടോ. ഈ പോത്ത് പോലെ ഉറങ്ങല്ലേനാ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എത്ര കസ്റ്റമേഴ്സിന് ഡീലാക്കിയാലോ ഓൺലൈനിൽ. കുറേ പോയടി ആ ബിറ്റ് ഉള്ളു പോയി. നോക്കേ എന്താണ് എന്നാ പപ്പനൊക്കെ വിളിക്കട്ടെ, നമുക്ക് വീട്ടിൽ പോവാ. അപ്പൊ കാശ് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ചു നേരം ഉറങ്ങട്ടെ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് വ്ളോഗ് എടുക്കാം അല്ലേ? ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഉറങ്ങാനോ? എവിടെ? വീട്ടിൽ നിന്നല്ലേ? ആ അവിടെ എത്തിയിട്ട് ഈ ഉറങ്ങണത് ഞാൻ വേണമെങ്കിൽ വ്ളോഗ് എടുത്ത് തരാം. വ്ളോഗിൽ ആഡ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പൊ നമ്മളെ കഥാനായകൻ വന്നിട്ടുണ്ട്. ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നാണ്. റോൾസ് റോയ്സിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? പുറത്ത് കിടക്കുന്നുണ്ട്. ചിക്കൻ വാങ്ങിയായിരുന്നു കറിക്ക്. നിങ്ങൾക്ക് എപ്പോഴും കോഴി എന്നുള്ളൊരു ചിന്ത ഉള്ളല്ലോ. കോഴി തന്നെ. ഉമ്മാക്കാണ് കോഴി വേണ്ട, എനിക്കല്ല. ഞാൻ മീൻ വാങ്ങാൻ പോയതാണ്. ഉമ്മാന് മീൻ വാങ്ങണ്ട, കോഴി വേണ്ട. അതെ, ഇതിപ്പോ തലയിറങ്ങി വെക്കും. നിങ്ങള് വേഗം പേരി വേഗം വരും. ഇപ്പൊ പപ്പനെ എന്താ മുണ്ടെടുത്ത കൊലത്തിലാണ് കണ്ടിട്ടുള്ള. ഇതേ പോണു സൂപ്പർ ഹീറോ കുഞ്ഞി. പിന്നെ പനി എന്തോ വരുന്നുണ്ട്, സൗണ്ട് ഒന്നും റെഡി ഇല്ല. തന്നെ ഡോക്ടറെ കാണിക്കണം. ആ നിന്റെ കണ്ണിന്റെ ഇവിടെ ഇതായിട്ടുണ്ട്, ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ട് ഉറങ്ങാഞ്ഞിട്ട്. എനിക്ക് തീരെ വയ്യ. 2 ദിവസം ഷൂട്ട് വേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെരുന്നാളിന്റെ അന്ന് വരെ ഷൂട്ട് വെക്കേണ്ട അവസ്ഥയാണ്. കാരണം അത്രയും എൻക്വയറിയും കാര്യങ്ങളുമാണ്. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ എല്ലാരും വിളിയാണ്, എന്താണ് വീഡിയോ ഇടാത്തത്, എന്താണ് വീഡിയോ. അത് ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡാണ്. ചില ടീനേജ് കുട്ടികൾ വിളിക്കുന്നുണ്ട്, ചില താത്താർ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഷൂട്ട് എടുത്താതെ വേറെ ചോയ്സ് ഇല്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും വീട്ടിൽ പോയി കുറച്ച് നേരം ഉറങ്ങണം, അല്ലാതെ വഴിയില്ല. എനിക്ക് നല്ല ഉറക്കമുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല, ജുബി പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കണ്ണിൻ്റെ പോളടിച്ചിട്ടില്ല എനിക്ക്, കാരണം അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇതിൽ. ഞാൻ രാവിലെ വരെ ഇരുന്നിട്ട് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടോ. ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഷോപ്പിലും തന്നെ തിരക്കുള്ള ദിവസമാണ് കേട്ടോ. പപ്പ വന്നിരുന്നു, പപ്പ പിന്നെ മീൻ വാങ്ങാനാണ് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. ഓക്കെ. അപ്പോ അപ്പൊ നമ്മള് ഷോപ്പ് പൂട്ടി ഇറങ്ങുകയാണ്. പൂട്ടി ഇറങ്ങിയല്ല, തുറന്നിറങ്ങി. അല്ല ഞങ്ങളിപ്പോ ഉറങ്ങാൻ പോണല്ലോപ്പാ. 8 മണിക്കല്ല, പറഞ്ഞ പോലെ ഞങ്ങള് ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറയുന്ന ഒതുക്കങ്ങൾ പഞ്ചായത്ത് ഓഫീസ്. അതിന്റെ ഫ്രണ്ടിലാണ് ഷോപ്പ്. നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഈ ഷോപ്പ് കേട്ടോ. ഇതാണ് നമ്മളെ ഉമ്രാക്ക ഇപ്പൊ പെരുന്നാളിന്റെ തിരക്കിലാണ്. ഇതാ തോപ്പ്, ഇതൊക്കെയാണ് മൂപ്പര് മെയിൻ ആയിട്ട് അടിക്കല്. തോപ്പ്, ജുബ, കന്തൂറ അല്ലേ ഉമ്രാക്ക? ഇതാ കോഴിന്ന് പപ്പനെ നോക്കി നിങ്ങൾ കോഴിന്ന് വിളിക്കണേ അതോ കൈക്കള്ള നോക്കിട്ടാ? പിന്നെ ഞങ്ങൾ ഹാർലി ഡേവിഡ്സൺ കാണും സാർ. ഇതാണ് ഞങ്ങളെ ഹാർലി ഡേവിഡ്സൺ. വേണ്ട, ഫൈൻ കിട്ടും. വേണ്ട, ട്രിപ്പിൾ അല്ല, 2 വണ്ടിയുണ്ട്. MVD വന്ന് പൊക്കും. അപ്പളേ എന്നാലേ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം അതാ ഗൈസ്, ഞങ്ങളെ വീട്ടിലെത്തിക്കണ്. കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീക്കണം, അത്രേ ഉള്ളൂ. അപ്പുറത്ത് പാപ്പ അമ്മനെ കാണിക്കണം ഡേ ഇൻ ലൈഫ്. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞില്ല, എന്റെ ടുട്ടൂനെ ആ മൂലൊക്കെ കൊണ്ടുപോയിട്ടിക്കണ്. ഞാൻ എന്നും എന്റെ ടുട്ടൂനെ ഇവിടെ കിടത്തല. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ബാക്കി ഉറങ്ങി എണീറ്റിട്ട് എടുക്കാം അല്ലേ ഇന്നത്തെ. അപ്പൊ
നമ്മളിപ്പോ ടൈം ഇപ്പൊ എത്രയായി? ടൈം ഏകദേശം 9 മണി കേട്ടോ. 8:27 ആയിട്ടോ. ഓക്കെ, അപ്പോ കിടന്ന് എണീറ്റിട്ട് ഇൻഷാല്ലാ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വാസിക്കാക്കനൊക്കെ കാണിക്കും. വാസിക്കാക്ക കിടന്നുറക്കില്ല. അത് വേണ്ട എനിക്ക് ടീ ഊതണ്ട, അത് വേണ്ട വേണ്ട, ഞാൻ ഉറങ്ങൂല. അപ്പോഴും അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഉറങ്ങാണ്. ഉറങ്ങിയിട്ട് ബാക്കി എടുക്കാട്ടോ ഇൻഷാല്ലാ. അപ്പം ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് ഇപ്പൊ സമയം എത്രയായിനാ? 5:44 വൈകുന്നേരം. അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു. ഉറക്കത്തിൽ നിങ്ങൾ എണീക്കണ്ടല്ലോ വിചാരിച്ചു. വലിയൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാമെന്ന്. ആ ആളെ പിന്നെ ഞാൻ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. ബാസിക്കാക്ക രാവിലെ പോയിട്ടുണ്ട് പപ്പൻ്റെ ഷോപ്പിലേക്ക്. ബാസിക്കാക്ക ഉറങ്ങിയിട്ടില്ല. അപ്പം കുറച്ച് നേരത്തെ ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ടല്ലേ കിടന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ബാസിക്കാക്ക വന്ന് എനിക്കെന്തോ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീച്ചു. പിന്നെ മൂപ്പരാളെ ഞാൻ കാണുന്നില്ല. പിന്നെ മൂപ്പരാൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴും കിടന്ന് ഉറങ്ങാം കേട്ടോ. ഇപ്പോൾ സമയം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഷോപ്പിലെത്തുമ്പോൾ എന്തായാലും ഒരു 7 മണിയൊക്കെ ആവും. ബഷീറാക്ക അതണ്ട ഒച്ച മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബഷീറാക്ക നീക്കണില്ലേ? ബഷീറാക്കനെ കാണിച്ചാൽ ശരിയാവില്ല, ചിലപ്പോൾ എന്നെ അടിച്ചാലോ. അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പം ഞാനിന്ന് ഷോപ്പിലേക്ക് പോകുന്നതോ അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെ വീട്ടിലെത്തിക്ക്. വീട്ടിൽ നിന്നൊന്നും അധികം വീട്ടില് അല്ല ഓളെ വീട് തന്നെ. ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഫുള്ള് ഉറക്കും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഷോപ്പിലെത്തി. നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ട പരുവത്തിൽ ഇപ്പോഴായത്. അവിടെ ആകെ അലമ്പാക്കി ഇട്ടിക്കണ് കേട്ടോ. ഫുള്ള് അലമ്പാണ്. അപ്പൊ പപ്പ ഞങ്ങൾക്ക് എനിക്ക് ഫുഡൊക്കെ ആയിട്ട് നമ്മളെ സ്ഥിരമാണ് നമ്മളെ കാരക്ക കണ്ട ഞങ്ങളെ മെയിൻ പരിപാടിയാണ്. ഈ ഒരു സാധനം ഇവിടെ കൊടുന്ന് തിന്ന രാവിലെ കോഴി തൂക്കിണ്ട് മുണ്ടെടുത്തൊരു വരവ് വന്നിട്ട് വീഡിയോയില് കിട്ടിയിരിക്കണേ. പപ്പരയുടെ അത് പോസ്റ്റ് ചെയ്യണ്ടാണ്. പപ്പ പറയുമ്പോ അത് പോസ്റ്റ് ചെയ്യണ്ടാണ്. പിന്നെ ഇതാണ് ഞങ്ങളെ സ്റ്റാഫ് പിച്ചു. ഒരു ഗ്യാപ്പ് എപ്പോ കിട്ടിയാലും പപ്പ കാണാത്ത ഫോണിൽ കളിക്കലാണ് മെയിൻ പരിപാടി. ആ എന്തിനാണ് ഈ കേട്ടത്? എനിക്ക് വിശക്കുന്നിരിക്കണ നേരത്തെ ഹലോ പറഞ്ഞില്ലല്ലോ ചാച്ചക്കനെ ചൂടായത്. ഓക്ക് വിശന്നിരിക്കണ നേരത്തെ ആരെ അടുത്തേക്ക് വന്ന് അവിടെ തീർന്ന് കഥ. അപ്പൊ രാത്രിയായി. ഇതൊക്കെ തന്നെയാണ് നമ്മള് ഡേ ഇൻ മൈ ലൈഫിൽ. ഈ എണീക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലേ, മഴയായിരുന്നു. അപ്പൊ ഞാൻ അവളെ കൂട്ടിയിട്ട് വേഗം ഇപ്പോഴും നല്ല മഴ തന്നെ ഉണ്ടോ പുറത്ത്. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോ തിരക്കും. പിന്നെ അങ്ങനെ കൊറിയർ വിടാനുണ്ട് കേട്ടോ. ഒക്കെ എഴുതി കൊറിയർ പോകാനുണ്ട്. ഇനി എഴുതി ഉണ്ടാക്കാണ്ട്. ഇതൊക്കെ കൊറിയർ അയക്കാനുള്ളതാണ്. ഇന്ന് ഉമ്മ ഇവിടെ നിക്കുന്ന പറഞ്ഞിക്കണേ രാത്രി. ആ ഇന്ന് നമ്മള് ഫുൾ യോ മാമേ യായ വില്ല് മൊത്തന്റെ വെള്ളിക്ക് കയറി തള്ളച്ചിക്ക് രാത്രി ഓരോ എന്താ പറയാ ഒരു അശരീരം കിട്ടണ മാതിരി ഓരോ സാധനങ്ങൾ പറയും. ഇന്നലെ ഞങ്ങള് വെറും ലഘു ഭക്ഷണമായിരുന്നു ഇവിടെ. 1.5 കിലോ റംബുട്ടാന്, രണ്ട് ക്ലബ് സാൻഡ്വിച്ച്. അതാ ഇമ്മ കൂടെ ഫുള്ള് ഒളി നോക്കി കാണും. പിന്നെ അല്ല ഇതാട്ടോ പപ്പന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഇല്ലാത്ത സാധനത്തിന് എങ്ങനെ രഹസ്യം ഉണ്ടാവുക? ഒരു രഹസ്യമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിച്ചു കഴിക്കടാ. നല്ല മധുരം, നല്ല മധുരം. വരട്ടാ. ടാറ്റ ബൈ ബൈ സീ യു. അപ്പൊ മക്കളെ നമ്മൾ ക്ലോസ് ചെയ്തത് ഇന്നലത്തെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് എടുത്തിരുന്ന ടൈം. ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു 1:10. നമ്മൾ ഇന്നലത്തെ അതേ സമയമായി.
അപ്പൊ നമ്മള് ഇന്നലത്തെ പോലെ തന്നെ എന്തുണ്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. നമ്മള് എപ്പോഴും സാൻഡ്വിച്ച് ലവേഴ്സ് ആണ്, അതും ക്ലബ് സാൻഡ്വിച്ച് എല്ലാവരും ഫുഡ് പപ്പ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ലൈഫ്. നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ലൈഫ് എങ്ങനെ, ഡയൻമ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായല്ലേ. നമുക്ക് എല്ലാ ദിവസവും നമ്മളെ കണ്ടിന്യൂ ലൈഫാണ്. ഇതന്നെ നമ്മളത്, ഇതിലൊരു വ്യത്യാസവും ഇല്ല, മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ലൈഫ്. ഒക്കെ നിങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കരുത് എന്റെ ഡയൻമ ലൈഫ് മടുത്തിക്കണേ. പക്ഷെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ജോബ് എന്ന് പറയുന്നത്, അല്ലേ അജു? ഒരുപാട്, കാരണം എല്ലാരും കൂടി ഫാമിലി എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നിപ്പോ ഇവിടെ ഒരുപാട് പണി ഉണ്ടായിരുന്നു. നമുക്ക് ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ എടുക്കാൻ പറ്റാ. അതാ പാർസൽ, ഇതൊക്കെ നാളെ പോകാനുള്ള പാർസലാട്ടോ. അപ്പോൾ ഇത് കുറെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു പാർസൽ കാര്യങ്ങള്. അപ്പൊ അതിന്റെ ഓരോ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ഈ ഒരു ടൈമായി. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ. അപ്പൊ വൈൻഡ് അപ്പ് പറഞ്ഞു. അപ്പം വൈൻഡ് അപ്പ് ഞാനല്ലല്ലോ പറയല്, പപ്പല്ല പറയല്. ആ പപ്പ അല്ല, നിങ്ങൾ പറഞ്ഞോ. ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ്, ഒരു ദിവസം. ഞങ്ങളുടെ ലൈഫിലെ ഒരു ദിവസം. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഞങ്ങളുടെ ലൈഫിലെ ഒരു ദിവസം. പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. സത്യം പറഞ്ഞാലേ അതല്ല, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് രാത്രിയായിരുന്നു പപ്പ. അതായത് ഇന്നലെ 12 മണി തൊട്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ നേരത്തെ അല്ലെങ്കിൽ പിന്നെ ദുബായിലൊക്കെ ആണ് രാത്രി ഫുൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല് രാവിലത്തെ ഒരു സംഭവം ഇല്ല, നേരെ പോയി ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ നേരെ ഉറങ്ങുകയാണ് ചെയ്തത്. അല്ല, ഞാൻ അമേരിക്കയിലാണ്. ഇവിടെ എല്ലാരും ഷോപ്പിൽ വരുമ്പം ഞാൻ അവിടെ കിടന്നുറങ്ങും, അവിടെ ഒരു കിടന്നുറങ്ങുമ്പോ ഞാൻ ഇവിടെ ഷോപ്പിലുണ്ടാവും. അതാണ് എന്തായാലും ഞങ്ങളെ സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്യൂട്ടി കൈമാറ്റാണ് അവിടെ നടക്കുന്നത്. രാത്രി ഞങ്ങൾ ഏൽക്കുന്നു, ഇവര് രാവിലെ വന്നിട്ട് ഡ്യൂട്ടിക്ക് കയറുന്നു, ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനത്തെ അത്രേ ഉള്ളൂ കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. ഞാൻ പോട്ടെ, ഞാൻ പോയി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നല്ല കാര്യത്തിന് നിങ്ങൾ പോവല്ലേ. അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.